നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ ശനിയാഴ്ച, അതായത് 24-ാം തീയതി നടക്കാൻ പോകുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മലയാളം, കല, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ ഒരു റിവിഷനും മാത്രവുമല്ല 2025-ൽ ചോദിക്കപ്പെട്ട ചില പ്രധാന കണ്ടന്റുകളെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒരു റിവിഷനുമാണ് ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മറ്റ് മുഖവുരകളൊന്നുമില്ല. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2025-ൽ PSC ചോദിച്ചിട്ടുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ്. പിന്നെ മറ്റു ചില ഭാഗങ്ങളെ കുറിച്ചുള്ള ചില അറിവുകൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇതിന്റെ ആദ്യ ഭാഗത്ത് 85/2025 കേരള PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 85/2025 കേരള PSC ചോദിച്ചൊരു ചോദ്യമാണ്. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറഞ്ഞാൽ നേരിനെ കാട്ടിടാം. ഒന്നുകൂടെ ചോദ്യം ഇങ്ങനെയാണ്: പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറിഞ്ഞാൽ നേരിനെ കാട്ടാം. വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണ് ഇത് എന്നാണ് ചോദ്യം. ഇതിന്റെ ഓപ്ഷൻ എയിൽ കന്നിക്കൊയ്ത്തുണ്ട്, ഓപ്ഷൻ ബിയിൽ മകരക്കൊയ്ത്തുണ്ട്, ഓപ്ഷൻ ബിയിൽ കുടിയൊഴിക്കലുണ്ട്, ഓപ്ഷൻ സിയിൽ മകരക്കൊയ്ത്ത് കാണാം, ഓപ്ഷൻ ഡിയിൽ കൈപ്പവല്ലരി കാണാം. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? നമുക്ക് ഇതിനകത്ത് ആദ്യം വൈലോപ്പിള്ളിയെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകണം. കാരണം കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് വൈലോപ്പിള്ളിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലായിട്ട് തന്നെ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. നമ്മൾ വൈലോപ്പിള്ളിയെ പ്രധാനമായി വിളിക്കുന്നത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നാണ്. എങ്ങനെ വിളിക്കുന്നുണ്ട്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി, കാച്ചിക്കുറുക്കിയ കാച്ചിക്കുറുക്കിയ കുറുക്കിയ കവിതകളുടെ കവി, കാച്ചിക്കുറുക്കിയ കവിതകൾ കവിതകൾ ഓക്കെ. കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് പറയുന്ന ആരുടെയാണ്? അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകതയാണ് കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളത്തിന്റെ ശ്രീ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു. മലയാളത്തിന്റെ ശ്രീ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം എന്ന് പറയുന്നത്, അതായത് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം, വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് കന്നിക്കൊയ്ത്ത്. കന്നിക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് ഓക്കെ. അവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കന്നിക്കൊയ്ത്തിലാണ് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ കവിതകളിലൊന്നായ മാമ്പഴം ഉൾപ്പെടുന്നത്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണിൽ എന്നാരംഭിക്കുന്ന വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ഉൾപ്പെടുന്നത് ഈ പറയുന്ന കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ്. അപ്പൊ അത് നല്ലൊരു ചോദ്യമല്ലേ? പഠിച്ചു വെക്കാൻ പറ്റില്ലേ? സിമ്പിൾ അല്ലേ? ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മകരക്കൊയ്ത്ത്. ഏതാണ്? മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത് ഓക്കെ. മകരക്കൊയ്ത്ത് എന്ത് ലഭിക്കുന്നു? വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഓക്കെ. വയലാർ അവാർഡ് ലഭിക്കുന്നു. ഓക്കെ. ഇനി ഇവിടെ ചോദ്യം ഇതാണ്: പുഞ്ചിരിഹ കുലീനമം കള്ളം നെഞ്ചു കീറിഞ്ഞ് നേരിനെ കാട്ടിടാം എന്നുള്ളത്. ഇത് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയ്ക്കകത്തുള്ളതാണ്, എന്ന കൃതിക്കകത്തുള്ളതാണ്. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, കുടിയൊഴിക്കൽ എന്ന കൃതിക്കകത്താണ് എന്ത് വരുന്നത്? ഈ പറയുന്ന പുഞ്ചിരിഹ കുലീനം കള്ളം നെഞ്ചു കീറിഞ്ഞ് നേരിനെ കാട്ടിടാം. പ്രത്യേകിച്ച് വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിത, ഊഞ്ഞാലിൽ എന്ന കവിത, ഊഞ്ഞാലിൽ ഒരു വെറ്റില നൂറ് തേച്ചു നീ തന്നാലും ഈ തിരുവാതിര രാവ് താമ്പൂല പ്രിയയിലെ എന്ന് തുടങ്ങുന്ന ഊഞ്ഞാലിൽ എന്ന കവിത സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല മാമ്പഴം തുടങ്ങി ഒട്ടേറെ കവിതകൾ സ്കൂളിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് വൈലോപ്പിള്ളി വീണ്ടും നമ്മുടെ ചോദ്യ വിഷയമായി വരാം. ഓക്കെ അല്ലെ? അപ്പൊ ഇത് വളരെ മികച്ചൊരു ചോദ്യമാണ്. ഈ ഭാഗത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങി വരുന്നു. രണ്ടാമത്തെ ചോദ്യം, നമ്മളൊരു മലയാള ഭാഗത്തു നിന്നൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷനിൽ തീയുണ്ട്, കണ്ണുണ്ട്, തൂവുണ്ട്, അന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ലിംഗവചനങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം. നമുക്ക് ലിംഗവചനങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ ലിംഗവചനം 4 തരത്തിലുണ്ട്. അതിൽ ആദ്യത്തേതിനെ, അതായത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗവചനങ്ങളെ ആദ്യത്തേതിനെ നമ്മൾ പുല്ലിംഗം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നുണ്ട്? പുല്ലിംഗം. പുല്ലിംഗം. രണ്ടാമത്തേത് സ്ത്രീലിംഗം. 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 മൂന്നാമത്തേത് നപുംസകലിംഗം. 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 4 അലിംഗം. അലിംഗം. ഇതിൽ പുല്ലിംഗ ശബ്ദം ഒരു പുരുഷ ശബ്ദമാണ് തന്നിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പുല്ലിംഗം എന്ന് പറയാം. ഒരു പുരുഷ ശബ്ദമാണോ, അല്ലെങ്കിൽ ഒരു നാമപദത്തെ പുരുഷ ശബ്ദമാക്കാനായി അതിന്റെ ഒടുവിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ അൻ എന്ന പുല്ലിംഗ പ്രത്യയം ചേർക്കും. അതായത് അൻ എന്ന് പറയുന്നത് പുല്ലിംഗ പ്രത്യയമാണ്. ഓക്കെ. ഇപ്പൊ വന്ന ഒരു ആൾ പുരുഷനാണ് എങ്കിൽ നമ്മൾ അവനെ വന്നവൻ എന്ന് പറയും. കണ്ടത് ഒരു പുരുഷനാണെങ്കിൽ കണ്ടവൻ എന്ന് പറയും. കേട്ടത് ഒരു പുരുഷനാണെങ്കിൽ കേട്ടവൻ എന്ന് പറയും.
അല്ലെ? പാൽക്കാരൻ, പൂക്കാരൻ, മീൻകാരൻ, പോലീസുകാരൻ, അധ്യാപകൻ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ നോക്കാം നമുക്ക്. അപ്പോ അന്നിൽ തീരുന്നതൊക്കെയും പുല്ലിംഗ പദങ്ങളാണെന്ന് നോക്കി വെക്കാം. ഇനി തന്നിരിക്കുന്നത് സ്ത്രീലിംഗ പദമാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? അത് അള്ളിലാണോ തീരുന്നത് എന്ന് നോക്കുക. അള്ളെന്ന് പറയുന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ന ശബ്ദം തന്നെ എടുക്കാം. ഇനി വന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ വന്നവൾ എന്ന് പറയാം. കണ്ടത് ഒരു പെൺകുട്ടിയാണെങ്കിൽ കണ്ടവൾ എന്ന് പറയാം. കേട്ടത് ഒരു പെൺകുട്ടിയാണെങ്കിൽ കേട്ടവൾ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഈ അള്ള കൂടാതെ ഈ എന്ന ഒരു പ്രത്യയം കൂടെ സ്ത്രീലിംഗത്തിനുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അന്ന് പുല്ലിംഗം, അള്ളം, ഈയും സ്ത്രീലിംഗം. ഈ എന്ന് പറയുമ്പോൾ ഈ പറയും പോലെ എന്താണ് രമണി, സുമണി, തങ്കമണി പോലുള്ള വാക്കുകൾ അല്ലെ? ഈ വാക്കുകളൊക്കെ തന്നെ ഈ ശബ്ദത്തിലാണ് പൊതുവെ അത് അവസാനിപ്പിക്കുക. കൂടാതെ തന്നെ തീ, ചീ, തീ എന്നീ ശബ്ദങ്ങളിൽ അവസാനിക്കുന്നത് എന്നതിനാണ് സ്ത്രീലിംഗമാണ്. അപ്പൊ പലപ്പോഴും ഞാൻ എന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. തീയിൽ തീരുന്നത്. ഓക്കെ, തീയില് ഇപ്പൊ എന്താ പറയാ കുറത്തി അല്ലെ? കുറത്തി. അതുപോലെ തന്നെ മൂപ്പത്തി. ഓക്കെ, മൂപ്പത്തി, പണിക്കാരത്തി, വേലക്കാരത്തി പോലുള്ള ശബ്ദങ്ങളൊക്കെ തീയിൽ തീരുന്നതാണ് അല്ലെ? ഇനി ചേച്ചി, ചേച്ചി, അമ്മച്ചി അല്ലെ? അച്ചി. ഓക്കെ, അച്ചി ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന വാക്കുകൾ ചീയിൽ തീരുന്നത്. ഇനി ടീയിലാണെങ്കിലോ മണവാട്ടി, തമ്പുരാട്ടി, പാട്ടി പോലുള്ള വാക്കുകളൊക്കെ. ഇത്തരത്തിൽ ഏത് ശബ്ദത്തിൽ തീർന്നാലും അതെന്ത് തന്നെയാണ്? സ്ത്രീലിംഗമാണ്. ഇനി തന്നിരിക്കുന്ന പദം ഒരു നപുംസകമാണെങ്കിലോ? നമ്മൾ ഒരു നപുംസകം എങ്ങനെ കണ്ടെത്താൻ നമുക്ക്? തന്നിരിക്കുന്ന ശബ്ദത്തിന് ജീവനില്ല, സ്വയം ചലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവ നപുംസകമായിരിക്കും. ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേനയാണ്. ഇവിടെ ഇതൊരു നപുംസക ശബ്ദമാണ്. കാരണം ഇതിന് ജീവനില്ല. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കായിരുന്നു ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ലല്ലോടാ. ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇനിയും ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോ ജീവനില്ലാത്തതും സ്വയം ചലിക്കാൻ കഴിയാത്തതും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന നപുംസക വിഭാഗത്തിനകത്താണ് വരുന്നത്. ഈ നപുംസക ശബ്ദങ്ങളെ കാണിക്കാനേ തു എന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. തു എന്ന പ്രത്യയം ഉപയോഗിക്കുന്നു. മക്കൾ അവിടെ കുഞ്ഞു കാര്യങ്ങൾ നോക്കി വെക്കുക. അത് എന്ന ശബ്ദം, അത് എന്ന ശബ്ദമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. നമുക്ക് അതിനെ ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പൊ അതിന്റെ വശങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ലിംഗവചനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ അതിന്റെ ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ നോക്കി വെക്കുക. അത് എന്ന ശബ്ദത്തിന്റെ ബഹുവചന രൂപം അവ പീവയ്ക്കുമാണ്. അത് എന്നതിന്റെ ബഹുവചനമാണ് അവ. ഇത് എന്നതിന്റെ ബഹുവചനമാണ് ഇവ. ഓർത്തു വെക്കുക, ഇതും പീവയ്ക്കുമാണ്. ഓക്കെ, അതിന്റെ ബഹുവചനം എന്താ? അവയാണ്. ഇതിന്റെ ബഹുവചനം എന്താ? ഇവയാണ്. ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി അലിംഗപദം. ഇപ്പൊ ഞാൻ പറഞ്ഞു നപുംസകം എന്ന് പറയുമ്പോൾ എന്താണ്? ജീവൻ ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പേന പറയാം. പേന, നദി, മരം, മരം, മണ്ണ്, തടി ഒക്കെ ഇതിനകത്ത് പറയാം. ഇനി അലിംഗ ശബ്ദം, അതായത് ജീവനുണ്ട്, ലിംഗഭേദവുമുണ്ട്, പക്ഷെ അത് ആ വാക്കിൽ പ്രകടമാക്കില്ല. ജീവനുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ലിംഗഭേദവുമുണ്ട്, പക്ഷെ അത് ആ വാക്കിൽ എന്ത് ചെയ്യില്ല? പ്രകടമാക്കില്ല. ഇത്തരത്തിലുള്ള പദങ്ങളെയാണ് എന്ത് പറയാം? നമ്മൾ അലിംഗം എന്ന് പറയാം. ഉദാഹരണം കേരളീയൻ എന്ന വാക്ക്. കേരളീയൻ ഇതൊരു അലിംഗ പദമാണ്. ഈ കേരളീയൻ എന്ന പദം ആരെ പറയാം? പുരുഷനെയും സ്ത്രീയെയും പറയാം അല്ലെ? അതായത് കോമൺ ആയി പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്നതാണ് അലിംഗം എന്ന് ഓർത്ത് വെക്കുക. കോമൺ ആയി പറയുന്നത് സ്ത്രീയുമാകാം പുരുഷനുമാകാം. ഇനി മറ്റൊരു വാക്ക് മലയാളി എന്ന വാക്ക് നോക്കി. മലയാളി അതും സ്ത്രീയുമാകാം പുരുഷനുമാകാം അല്ലെ? തൊഴിലാളി, തൊഴിലാളി സ്ത്രീയുമാകാം പുരുഷനുമാകാം, പുരുഷനുമാകാം അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ എന്താണ്? ഈ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷന്മാരെ കോമൺ ആയി പറയാൻ ഉപയോഗിക്കുന്നത്. ശിശു, ശിശു, കുഞ്ഞ് പോലുള്ള ശബ്ദങ്ങളൊക്കെ കുഞ്ഞ്, കുഞ്ഞ്, കുഞ്ഞ് അല്ലെ? മലയാളി എന്നീ ശബ്ദങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യമായിരുന്നത് എന്താണ്? ഇതിനകത്ത് സ്ത്രീലിംഗ പ്രത്യയമായി വരുന്നത് ഏത് എന്നാണ് ചോദ്യം അല്ലെ? സ്ത്രീലിംഗ പ്രത്യയമായി വരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതിനകത്ത് തന്നെ ഉള്ള തീ ഇതാ കിടപ്പുണ്ട്. തീ അല്ലെ? തീ ആണ് ഇതിൽ സ്ത്രീലിംഗ പ്രത്യയം. മക്കളെ കള്ളെന്ന് പറയുന്നത് പൊതുവെ എന്താണ്? അത് ബഹുവചന പ്രത്യയമാണ്. അൾ, കൾ, മാർ ബഹുവചന പ്രത്യയങ്ങളാണ്. ഏതൊക്കെ? അൾ, കൾ, മാർ, അർ. ഓക്കെ, ഇവ എന്താണ്? ബഹുവചന പ്രത്യയങ്ങളാണ്. ഒന്നുകൂടെ അൾ, കൾ, മാർ എന്നിവ എന്താണ്? ബഹുവചന പ്രത്യയങ്ങളാണ്. സെറ്റ് അല്ലേ? അൾ, കൾ, മാർ, അർ എന്നിവ എന്താണ്? ബഹുവചന പ്രത്യയങ്ങളാണ്. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ഇത് ബഹുവചനം, ബഹുവചനം, ബഹുവചനം. ഒന്നുകൂടെ അന്ന് പുല്ലിംഗ പ്രത്യയമാണ്. പുല്ലിംഗം അൾ, അൾ, അൾ ഓർത്തു വെച്ചാണ്. അള്ള സ്ത്രീലിംഗമാണ്. ഈ സ്ത്രീലിംഗമാണ്. തീ സ്ത്രീലിംഗമാണ്.
ചി സ്ത്രീലിംഗമാണ്, ടി ഇവയിലൊക്കെ തീരുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. സ്ത്രീ സ്ത്രീ ശബ്ദമാണ്. തു നപുംസകലിംഗം, നപുംസകലിംഗം, നപുംസകലിംഗം. സത്യത്തിൽ ഈ ടി, ചി, ടി എന്നീ പദങ്ങളൊക്കെ ഈയിലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ ഈ തന്നെയാണ് സ്ത്രീലിംഗ പ്രത്യയം. എന്നിരുന്നാലും ഈയിലെ തീരുന്ന ടിയും ചിയും ടിയും ഒക്കെ തന്നെ നമ്മൾ പൊതുവെ അതിൽ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. നല്ല ചോദ്യങ്ങളല്ലേ, സൂപ്പർ ചോദ്യങ്ങളല്ലേ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് 89/2025 PS ചോദിച്ചൊരു ചോദ്യമാണ്. 89/2025. ഞാൻ ഈ എക്സാമിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എഴുത്തുകാരും കായിക താരങ്ങളും അവരുടെ ബുക്കുകൾ, എസ്പെഷ്യലി അവരുടെ ആത്മകഥകളൊക്കെ തന്നെ PS ചോദിക്കുന്നുണ്ട്. പിന്നെ അവരെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കുകളൊക്കെ തന്നെ PS ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അന്ന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിരുന്നു. സോ അതിനകത്തുനിന്ന് PS ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ഭാഗത്തിനകത്തുനിന്ന് PS ചോദിച്ചൊരു ചോദ്യമാണ്. സോ അത് ഒന്നുകൂടെ ഈ ഒരു എക്സാമിൽ, പ്രത്യേകിച്ച് നമുക്ക് ഫോഴ്സിന് കായിക മേഖല വളരെ പ്രധാനമായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു വരുന്നു. നോക്കി വെക്കുക. എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇതിന്റെ ഓപ്ഷനിൽ സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണോ അല്ലേ എന്ന് നോക്കാം നമുക്ക്. മേരി കോം പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ അല്ലയോ നോക്കാം. ഇനി സച്ചിൻ ടെണ്ടുൽക്കർ അൺബ്രേക്കബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈന നേവൽ പ്ലേയിങ് ടു വിൻ എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കായിക താരങ്ങളുടെയും അവരുടെ കൃതികളും ഒന്ന് പറഞ്ഞു വരാം. ഇതിൽ ഞാൻ ആദ്യം പോകുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിലേക്കാണ്. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഇവിടെ സച്ചിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത്. സച്ചിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. നമുക്കറിയാം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കായിക താരമാണ് സച്ചിൻ. ഓർത്തുവെക്കുക, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കായിക താരം. ഭാരതരത്ന നേടിയ പ്രായം കുറഞ്ഞ കായിക താരം. അതുപോലെ തന്നെ ഭാരതരത്ന നേടിയ ആദ്യ കായിക താരം. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം. ഏറ്റവും കൂടുതൽ റൺസ് അല്ലെ, ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എല്ലാം ആർക്ക് തന്നെയാണ്? സച്ചിന്റെ പേരിലാണ്. പക്ഷെ ഇൻഡിവിജ്വൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്, നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഓർത്തു വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണ്? എന്താണ്? മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നു അല്ലെ, മാസ്റ്റർ ബ്ലാസ്റ്റർ. ഓക്കെ, ബോംബെ ബോംബർ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു. ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കില്ലേ, സർ അദ്ദേഹത്തെയാണോ നമ്മൾ ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? അല്ല, സച്ചിനെ ലിറ്റിൽ മാസ്റ്റർ എന്ന് വിളിക്കുന്നില്ല. സച്ചിനെ നമ്മൾ അങ്ങനെ ഇപ്പൊ എന്താണ് ഈ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുമെങ്കിലും സത്യത്തിൽ ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ അല്ല. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ ഗവാസ്കർ ആണ്. സുനിൽ ഗവാസ്കർ. ആക്ച്വലി സുനിൽ ഗവാസ്കറിനെ കുറിച്ച് കഴിഞ്ഞ BFO പരീക്ഷയിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ്, നമുക്കത് പറഞ്ഞു വരാം. ഇവിടെ നോക്കി സച്ചിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ആക്ച്വലി പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളതാണ് സച്ചിന്റെ ആത്മകഥ. ഏതാ? പ്ലേയിങ് ഇറ്റ് മൈ വേ. ഇനി നോക്കിയേ, സ്ട്രൈറ്റ് ഫ്രം ദി ഹാർട്ട് എന്നുള്ളത് കപിൽ ദേവിന്റെ ആത്മകഥയാണ്. സ്ട്രൈറ്റ് ഫ്രം ദി ഹാർട്ട് എന്നുള്ളത് കപിൽ ദേവിന്റെ ആത്മകഥയാണ്. ഇനി അതേ കപിൽ ദേവിന്റെ മറ്റൊരു ബുക്കാണ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്നുള്ളത്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ. ഇനി നോക്കിയേ, സുനിൽ ഗവാസ്കറിന്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. പ്രീവിയസ് ആണ്. സുനിൽ ഗവാസ്കറിന്റെ ആത്മകഥ ഏതാ? സണ്ണി ഡേയ്സ് ആണ്. വീണ്ടും ഞാൻ പറയുന്നു മക്കളെ, ഞാൻ ഇച്ചിരി വേഗത കൂട്ടിപ്പോകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറച്ചേറെ കാര്യങ്ങൾ നോക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ സുനിൽ ഗവാസ്കറിന്റെ ആത്മകഥ ഏതാ? സണ്ണി ഡേയ്സ് എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് വൺ ഡേ വണ്ടേഴ്സ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്ക് ഏതാണ്? വൺ ഡേ വണ്ടേഴ്സ്. ഇനി ശ്രദ്ധിച്ചേ, മറ്റൊരു താരമാണ് അലൻ ബോർഡറെ എല്ലാവർക്കും പരിചയമാണ്. നമുക്ക് ബോർഡർ ഗവാസ്കർ ടൂർണമെന്റ് പോലും ഇദ്ദേഹത്തിന്റെയും ഗവാസ്കറിന്റെ പേരിലാണ് അല്ലെ. ഇനി നോക്കിയേ, ബിയോണ്ട് 10,000 എന്നതാണ് അലൻ ബോർഡറുടെ ബുക്ക്. ബിയോണ്ട് 10,000. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഇതിൽ ലാസ്റ്റത്തെ മൈ ലൈഫ് സ്റ്റോറി ആണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ബിയോണ്ട് 10,000. ഇനി ജാവേദ് മിയാന്താദ്. ആരാണ്? ജാവേദ് മിയാന്താദ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് കട്ടിംഗ് എഡ്ജ്. എങ്ങനെ? കട്ടിംഗ് എഡ്ജ്. ഒന്നുള്ള ബുക്ക് ചെയ്താ കട്ടിംഗ് എഡ്ജ്. ഓക്കെ അല്ലെ. ഇനി ആരുടെ ബയോഗ്രഫി ആയിരുന്നത്? ജാവേദ് മിയാന്താദിന്റെ. ഇനി ഓർത്തു വെക്കുക, ഇയാൻ ചാപ്പൽ. നമുക്കൊരു ഗ്രെഗ് ചാപ്പലിനെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഇത് എന്താണ് ഈ പറയുമ്പോൾ മറ്റൊരു ക്രിക്കറ്റ് താരമാണ് ഇയാൻ ചാപ്പലിന്റെ ബുക്കാണ് ക്രിക്കറ്റ് ഇൻ അവർ ബ്ലഡ് എന്നുള്ളത്. ഇനി നമുക്കറിയാം, ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെ മികച്ച ബാറ്റർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു താരമാണ് ഡോൺ ബ്രാഡ്മാൻ അല്ലെങ്കിൽ ഡൊണാൾഡ് ബ്രാഡ്മാൻ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 99.96 എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്ത് ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഇത്ര വലിയ ബാറ്റിംഗ് ആവറേജ് ഉള്ള ഈ മനുഷ്യനെ തന്നെയാണ് നമ്മൾ ഏറ്റവും മികച്ച
ബാറ്റർ എന്ന് നമ്മളത് പറയുന്നത്. ഓക്കെ, ഡോൺ ബ്രാഡ്മാന്റെ ബുക്കാണ് ഹൗ ടു പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത്. ഹൗ ടു പ്ലേ ക്രിക്കറ്റ് സെറ്റിലട. ഹൗ ടു പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് ആരുടെ ബുക്കാണ്? ഡോൺ ബ്രാഡ്മാൻ. അദ്ദേഹത്തെ ഡോൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഡോൺ. ദെൻ ഇനി സുനിൽ ഗവാസ്കറിന്റെ തന്നെ മറ്റൊരു ബുക്കാണ് ഐഡൽസ് എന്നുള്ളത്. ഏതാണ്? ഐഡൽസ് എന്നുള്ളത് ആരുടെ ബുക്കാണ്? സുനിൽ ഗവാസ്കറിന്റെ ബുക്കാണ്. സെറ്റിലട, മുന്നോട്ട് പോകുന്നേ. ഇനി അടുത്തത് നമുക്കറിയാം, എന്താണ്, നമുക്ക് പക്ക പോരാളി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന മനുഷ്യനാണ് അല്ലെ. അതായത് ലൈഫിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അത് മറ്റാരുമല്ല, നമ്മുടെ യുവരാജ് സിംഗ് ആണ് അല്ലെ. യുവരാജ് സിംഗ് ആണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, ഒരു മഹാമാരി, ഒരു വലിയൊരു രോഗത്തിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തി നേടി തിരിച്ചു വന്ന് സർവ്വം വെട്ടിപ്പിടിച്ചവനാണ് അല്ലെ. സത്യത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ള, അതായത് ഇന്ത്യ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിൽ നേടിയിട്ടുള്ള 2 വേൾഡ് കപ്പിലും വലിയൊരു പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മനുഷ്യന്റെ പേര്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്താണ്? ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത്. ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനി ഷെയ്ൻ വോൺ, ലോകം കണ്ട എക്കാലത്തെ മികച്ച സ്പിൻ ഇതിഹാസമാണ് ഷെയ്ൻ വോൺ. ലോകം കണ്ട എക്കാലത്തെ മികച്ച സ്പിൻ ഇതിഹാസം. അദ്ദേഹത്തിന്റെ ബുക്കാണ് നോ സ്പിൻ എന്നുള്ളത്. എന്താണ്? നോ സ്പിൻ, നോ സ്പിൻ. ഇതിനടുത്തത് സൈന നെഹ്വാൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം മനസ്സിലാക്കി, സൈന നെഹ്വാൾ തന്റെ എന്താണ് ക്രിക്കറ്റ് കരിയർ, ക്ഷമിക്കുക, തന്റെ ബാഡ്മിന്റൺ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെ, അത് പുള്ളിക്കാരി എന്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സത്യത്തിൽ വിടവാങ്ങുന്നത് ഏറ്റവും മനോഹരമായ ഒരു ബാഡ്മിന്റൺ യുഗത്തിനാണ്. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നാണ് ആരെ അറിയപ്പെട്ടിരുന്നത്? സൈന നെഹ്വാളിനെ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെട്ടിരുന്ന സൈന നെഹ്വാളിന്റെ ബുക്കാണ് പ്ലേയിങ് ടു വിൻ. പ്ലേയിങ് ടു വിൻ, പ്ലേയിങ് ടു വിൻ. ഇനി നമുക്കറിയാം, ഇന്ത്യയുടെ ഇതിഹാസ സ്പ്രിന്റർ ആയിരുന്ന, ഓട്ടക്കാരനായിരുന്ന മിൽഖ സിംഗിന്റെ ബുക്കാണ് ദ റൈസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത്. ദ റൈസ് ഓഫ് മൈ ലൈഫ്, ദ റൈസ് ഓഫ് മൈ ലൈഫ്. സെറ്റല്ലേ മക്കളെ? എങ്കിൽ നോക്കിയേ, നമുക്കറിയാം വിഷി എന്ന് അറിയപ്പെട്ടിരുന്ന വിഷി എന്നറിയപ്പെട്ടിരുന്ന ഗുണ്ടപ്പ വിശ്വനാഥ്. വിഷി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? ഗുണ്ടപ്പ വിശ്വനാഥിന്റെ ബുക്കാണ് എന്താണ് റെസ്റ്റ് അഷ്വേഡ് എന്നുള്ളത്. ഓർത്തു വയ്ക്കുക, റെസ്റ്റ് അഷ്വേഡ്. വിഷി എന്നറിയപ്പെട്ടിരുന്ന ഗുണ്ടപ്പ വിശ്വനാഥിന്റെ ബുക്ക് ഏതാണ്? അത് റെസ്റ്റ് അഷ്വേഡ് എന്നുള്ളതാണ്. ഇനി മേരികോമിന്റെ ബുക്കാണ് അൺബ്രേക്കബിൾ എന്നുള്ളത്. അൺബ്രേക്കബിൾ, അത് പുള്ളിക്കാരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. ഓക്കെ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച വനിതാ താരങ്ങളിൽ ഒരാളാണ് അവര് അല്ലെ. ഇനി ഓർത്തു വെച്ചേ, അഭിനവ് ബിന്ദ്രയുടെ ബുക്കാണ് എ ഷോർട്ട് ആൻഡ് ഹിസ്റ്ററി എന്നുള്ളത്. എ ഷോർട്ട് ആൻഡ് ഹിസ്റ്ററി. ഇതിനടുത്തത് വിശ്വനാഥൻ ആനന്ദിന്റെ ബുക്കാണ് മൈൻഡ് മാസ്റ്റർ. മൈൻഡ് മാസ്റ്റർ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് റൈറ്റ് ആണ്. ഇനി മേരി കോം പ്ലേയിങ് ഇറ്റ് മൈ വേ അല്ല, അത് സച്ചിന്റെ ആത്മകഥയാണ്. സച്ചിൻ അൺബ്രേക്കബിളും അല്ല, അൺബ്രേക്കബിൾ മേരി കോമിന്റേതാണ്. സൈന നെഹ്വാൾ റൈറ്റ് ആണ് അല്ലെ. സൈന നെഹ്വാൾ റൈറ്റ് ആണ്. അപ്പൊ 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി. കഴിയുന്നിടത്തോളം ഇത്തരത്തിൽ കായിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ, എക്സാമിന് പോകുന്നതിന് മുമ്പ്. അതായത് നമുക്കറിയാം നാളെയാണ് അല്ലെ, നമുക്കിനി ഒരു 2 ദിവസത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നതായത് കഴിഞ്ഞു, ഇന്നത്തെ ദിവസം അത് കഴിയാൻ പോകുന്നു. അപ്പൊ അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം എക്സാം ആണ്. എന്നാൽ പോലും നമ്മുടെ മുമ്പിൽ വ്യക്തമായ സമയം ഇപ്പോഴും ഉണ്ട്. ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാ ടോപ്പിക്കും ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് വിടാൻ പറ്റും. നമുക്ക് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. പേടിക്കേണ്ട, മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് കഴിഞ്ഞ വുമൺ പ്രിസൺ ഓഫീസർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. തൃശൂർ പൂരം ആരംഭിച്ച രാജാവാര് എന്നുള്ളത്. സത്യത്തിൽ വളരെ ലളിതമായ ഒരു ചോദ്യമെന്ന് തോന്നും. പക്ഷെ PSCക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് ഈ ചോദ്യത്തില്. ഓപ്ഷനില് കോഴിക്കോട് സാമൂതിരിയെ കാണാം. ഉണ്ട്. മാർത്താണ്ഡവർമ്മയുണ്ട്, ശക്തൻ തമ്പുരാനുണ്ട്, കേരളവർമ്മ മഹാരാജാവുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തൃശൂർ പൂരത്തെ കുറിച്ച് പ്രധാനമായും PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വരാം. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഉത്സവമാണ് തൃശൂർ പൂരം. ഒന്നുകൂടെ, പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഉത്സവമാണ് തൃശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ്. എങ്ങനെ അറിയപ്പെടുന്നു? പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നു. പൂരം ആരംഭിച്ച കാലഘട്ടം ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. സോ നമ്മൾ ഇവിടെ ഉത്തരത്തിലേക്ക് വരുന്നു, അത് ശക്തൻ തമ്പുരാൻ ആണ്. ശക്തൻ തമ്പുരാൻ, അതായത് AD 1790 മുതൽ 1805 വരെ അല്ലെ. 1790 1805 വരെയാണ് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിനിടയിലാണ് എന്ത് ആരംഭിച്ചത്? തൃശൂർ പൂരം ആരംഭിച്ചിട്ടുള്ളത്. ഇനി തൃശൂർ പൂരം നടക്കുന്ന മൈതാനം തേക്കിൻകാട് മൈതാനമാണ്.
തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്ന മലയാള മാസം എന്ന് പറയുന്നത് മേടമാസമാണ്. തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്ന മലയാള മാസം ഏതാ? മേടമാസം. മലയാള മാസം ഏതാ? മേടമാസം. ഇനി തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനമായ സവിശേഷത അതിലെ കുടമാറ്റമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? കുടമാറ്റം. ഒന്നുകൂടെ, തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? കുടമാറ്റമാണ്. സെറ്റിലണം. ഇപ്പൊ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഉറപ്പായിട്ടും BS ചോദിക്കും. സോ നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാവണം. ഓക്കെ അല്ലെ? കോഴിക്കോട് സാമൂതിരി എന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചോദ്യം മനസ്സിലേക്ക് വരുന്നത്. നമുക്കറിയാം കൃഷ്ണനാട്ടം എന്ന ത്തിന് രൂപം കൊടുത്തിട്ടുള്ള കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദനാണ് അല്ലെ? കൃഷ്ണനാട്ടം അതായത് കഥകളിയുടെ മുൻഗാമിയായുള്ള കഥകളിയുടെ മുൻഗാമി അല്ലെ? ആരാണ്? കഥകളിയുടെ മുൻഗാമിയാണ് ആര്? രാമനാട്ടം. ആ രാമനാട്ടത്തിന്റെ മുൻഗാമിയാണ് കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കോഴിക്കോട് മാനവേദനാണ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനുമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണം. രാമനാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളമാണ് രാമനാട്ടത്തിന്റെ ഭാഷ. കൃഷ്ണനാട്ടത്തിന്റെ ഭാഷ ഏതാ? സംസ്കൃതമാണ്. സംസ്കൃതം. രാമനാട്ടത്തിന് അടിസ്ഥാനമായി കണക്കാക്കുന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ കൂടിയായുള്ള രാമായണം ആട്ടക്കഥയാണ്. രാമായണം ആട്ടക്കഥ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന രാമനാട്ടം നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാനാണ്. ഒന്നുകൂടെ, രാമായണം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് ആരാണ്? രാമനാട്ടം നിർമ്മിച്ച കൊട്ടാരക്കര തമ്പുരാൻ. ഒന്നുകൂടെ, രാമായണം ആട്ടക്കഥ കൊട്ടാരക്കര തമ്പുരാൻ. കൃഷ്ണഗീതി കൃഷ്ണനാട്ടത്തിന് കാരണമായ കൃതിയാണ് കൃഷ്ണഗീതി. ഇത് എഴുതിയിട്ടുള്ളത് കോഴിക്കോട് സാമൂതിരി കൂടിയായിരുന്ന മാനവേദനാണ്. ഇനി ഈ കൃഷ്ണനാട്ടം നിലവിൽ അരങ്ങേറുന്ന ഏക ക്ഷേത്രാങ്കണം വരുന്നത് ഗുരുവായൂരാണ്. ഓക്കെ അല്ലെ? ഗുരുവായൂരാണ്. അത് തൃശ്ശൂരാണ്. അപ്പൊ അത് കണക്ട് ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെ ചോദ്യം ഇതാണ്, ഒറ്റപ്പദമാക്കുക എന്നാണ് ചോദ്യം. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു പ്രയോഗമാണ് സുമിത്രയുടെ പുത്രൻ എന്നുള്ളത്. സുമിത്രയുടെ പുത്രൻ ആരാണ്? സൗമിത്രിയാണ്. സുമിത്രയുടെ പുത്രൻ ആരാ? സൗമിത്രി. ഓക്കെ അല്ലെ? എങ്കിൽ ഓർത്ത് വെക്കുക. അപ്പൊ ബാക്കിയുടെ സൗമിത്രനും ഒന്നും എടുക്കണ്ട. അപ്പൊ ഇത് വന്നിട്ടുണ്ടായിരുന്നത്, ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നതും നമ്മൾ ഈ പറഞ്ഞ അസിസ്റ്റന്റ് വുമൺ പ്രസന്റ് ഓഫീസർ 57/2024, 57/2025. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചോദ്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വരാം. അവിടെ ഏറ്റവും പ്രധാനമാണ്, ദശരഥന്റെ പുത്രനാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ദാശരഥി എന്ന് വിളിക്കുന്നു. ദശരഥന്റെ പുത്രനെ എന്ത് വിളിച്ചു? ദാശരഥി എന്ന് വിളിച്ചു. ജനകന്റെ പുത്രിയെ ജാനകി എന്ന് വിളിച്ചു. ഭീമന്റെ പുത്രിയെ ഭൈമി എന്ന് വിളിച്ചു. വിദർഭയിലെ രാജകുമാരിയെ വൈദർഭി എന്ന് വിളിച്ചു. വിനതയുടെ പുത്രനെ വൈനതേയൻ എന്ന് വിളിച്ചു. വൈനതേയൻ. ദ്രോണരുടെ പുത്രനെ നമ്മൾ ദ്രൗണി എന്നാണ് വിളിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദ്രൗണി എന്നത് മുമ്പ് തിരുവനന്തപുരം LDCയിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശ്വത്ഥാമാവാണ്. ഓക്കെ അല്ലെ? അശ്വത്ഥാമാവാണ്. ഇനി മാരുതന്റെ പുത്രനെ മാരുതി എന്ന് നമ്മൾ വിളിക്കും പോലെ. അപ്പൊ ഈ പദങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദാശരഥി, ജാനകി, ഭൈമി. അതുപോലെ വീരസേനന്റെ പുത്രനെ എന്ത് വിളിച്ചു? വൈരസേനി എന്ന് വിളിച്ചു. വീരസേനന്റെ പുത്രനെ വൈരസേനി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഈ വാക്കുകളും നോക്കി വെച്ചിരിക്കുക. അതായത് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് എന്ത് ചെയ്യണം? ഒറ്റപ്പദങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടോണം. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഇവിടെ ഒരു ചോദ്യം നോക്കാം നമുക്ക്. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും. അഭിവൃദ്ധി പ്രാപിക്കും. അതായത് ലൈഫിൽ ഒരല്പം റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും നമുക്ക് ഉയർച്ചയുണ്ടാകും. ഓക്കെ അല്ലെ? അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവന് ഭാഗ്യവും അനുകൂലമായി നിൽക്കുമെന്നാണ് സത്യം. റിസ്ക് എടുക്കാൻ തയ്യാറായവന് ഭാഗ്യവും അനുകൂലമായി നിൽക്കും. ഓക്കെ, അങ്ങനെ വരുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത് നോക്കാം. അനുഭവമാണ് ഏറ്റവും നല്ല ഗുരുനാഥൻ. സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, നല്ലൊരു പോയിന്റ് ആണ്. പക്ഷെ അതല്ല. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കറക്റ്റ് ആണ്. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. സംതൃപ്തിയാണ് നല്ല വേദന.
അത് വേണ്ട. ധൃതിയിൽ ചെയ്യുന്നത് പാഴായി പോകും. ഓക്കെ, അതും വേണ്ട. അപ്പൊ ഇതാണ് ശരിയായ ഒരു ശൈലി എന്ന് പറയുന്നത്. ചോദ്യം എന്താണ്? ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ അറിവുള്ളവൻ, തയ്യാറുള്ളവൻ അഭിവൃദ്ധി പ്രാപിക്കും എന്നത് പ്രയോഗിക്കുന്ന ഏതാണ്? അത് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ശൈലികൾ വരുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ആശയം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറയണം? ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഓക്കെ അല്ലെ? ഉത്തരം ചെയ്യാനായിട്ട് പറ്റണം. ഉത്തരം ചെയ്യാനായിട്ട് പറ്റണം. സെറ്റ് അല്ലേ? അപ്പൊ ശൈലികൾ ഉറപ്പാണ്. നിങ്ങൾക്ക് ആൻസർ നഷ്ടമാവില്ല. ആ ഒരു മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. എന്തായാലും അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുന്നു ചോദ്യത്തിലേക്ക്. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ്? കേട്ടു, കേട്ടു. ഓർത്തു വെക്കുക, കേട്ടു എന്ന പദം പിരിച്ചെഴുതുന്നത് കേൾ പ്ലസ് ടു എന്നുള്ളതാണ്. കേൾ പ്ലസ് ടു. ഈ ടു എന്നുള്ള പദം രണ്ട് വഴിക്കാണ് രൂപം കൊള്ളുക. രണ്ട് വഴിക്ക്, അതായത് ഒന്നുകിൽ ഡ് പ്ലസ് ഡ്, അല്ലെങ്കിൽ ട. നമുക്ക് ട എന്ന് എടുക്കാം അല്ലെ? ടു എന്ന് എടുക്കുന്നതിനേക്കാളും ട എന്ന് എടുക്കാം. ഈ ട എന്നുള്ള ശബ്ദം രണ്ട് വഴിക്ക് രൂപം കൊള്ളും. ഡ് അല്ലെങ്കിൽ രണ്ട് ഡ ചേർന്ന്, അല്ലെ? രണ്ട് ഡ, ഡ് ഡ, അങ്ങനെയുള്ള ശബ്ദം ചേർന്നിട്ട്. ഇല്ല എങ്കിൽ മറ്റൊന്നെന്ന് പറയുന്നത്, അത് ഓർത്തു വെക്കുക, ഇൽ പ്ലസ് ത. അപ്പൊ ഇത് ചേർന്നും എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ത രൂപം കൊള്ളാറുണ്ട്. ത രൂപം കൊള്ളുന്നു. അപ്പൊ എവിടെയാണോ കേട്ടു എന്നുള്ള ശബ്ദം കണ്ടോ, അവിടെ നിങ്ങൾ എഴുതിക്കോണം കേൾ പ്ലസ് ടു, കേൾ പ്ലസ് ടു. ഇനി ഇതേ ഭാഗത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇതേ ഭാഗത്ത് തന്നെ ചോദിച്ചു കാണുന്ന മറ്റൊരു ചോദ്യമാണ് ഉണ്ടു എന്നുള്ള പദം. ഉണ്ടു, ഉണ്ടു, ഉണ്ടു. എപ്പോഴും ഓർത്തോണം, ഇണ്ട എന്നുള്ള ശബ്ദം വരുന്നുണ്ടെങ്കിൽ ആ ഇണ്ട എന്നുള്ള ശബ്ദം പ്രധാനമായും നമ്മൾ പിരിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ പിരിക്കാം. നമുക്ക് ഇൻ പ്ലസ് ഡ എന്ന് പിരിക്കാം. ഓക്കെ, അതുകൊണ്ട് അതുകൂടാതെ ഇൻ പ്ലസ് ത എന്ന് പിരിക്കണം. ഇൻ പ്ലസ് ത. ഇവിടെ ഇണ്ട വന്നു, ഇൻ പ്ലസ് ത എന്ന് പിരിച്ചു. ഇനി ഊടയാളം അതിനൊടുക്കുക. സോ ഉൺ പ്ലസ് ടു ആണ് ഉണ്ടു എന്നുള്ളത്. ഉൺ പ്ലസ് ടു. ഇനി കണ്ടു എന്നുള്ള വാക്കിലേക്ക് വരിക. കണ്ടു, കണ്ടു. ഞാൻ പറഞ്ഞു ഇൻഡ വന്നാൽ എന്ത് ചെയ്യണം? ഇൻ പ്ലസ് ത എന്ന് പിരിക്കാം നമുക്ക്. അപ്പൊ ഇൻ പ്ലസ് ത പിരിക്കുമ്പോ എന്ത് കിട്ടുന്നു? കൺ പ്ലസ് ടു. കണ്ടോ? അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിരിച്ചെഴുതുക എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളും ഒന്ന് മസ്റ്റ് ആയിട്ട് നോക്കി വെച്ചോണം. ഓക്കെ അല്ലടാ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഇവിടെ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷനില് കണ്ണീരുണ്ട്, വിണ്ണാറുണ്ട്, തണ്ണീരുണ്ട്, വെണ്ണീറുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇതൊക്കെയാണുള്ളത്. കണ്ണീര്, വിണ്ണാറ്, തണ്ണീര്, വെണ്ണീറ്. ഇതിൽ കണ്ണീര് എന്ന പദം, കണ്ണീർ, ഞാൻ ഇത് പിരിച്ചെഴുതുന്ന സമയത്ത് പറഞ്ഞതായിരുന്നു, എങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നു. കണ്ണീർ എന്നുള്ള പദം, കണ്ണീർ എന്ന പദം, കണ്ണീർ എന്ന പദം, അത് കൺ പ്ലസ് നീർ എന്നുള്ളതാണ്. കണ്ണീർ നല്ല വാക്കാണ്, കൺ പ്ലസ് നീർ. ഇനി വിണ്ണാർ എന്നുള്ള വാക്ക്, വിണ്ണാർ, 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 വിൺ പ്ലസ് ആർ എന്നുള്ളതാണ്. തണ്ണീർ എന്ന വാക്കിലേക്ക് വരുമ്പോൾ, തണ്ണീർ എന്ന വാക്കിലേക്ക് വരുമ്പോൾ ടൺ പ്ലസ് നീറാണ്. ഇനി വെണ്ണീർ എന്ന വാക്കിലേക്ക് വരുമ്പോൾ, വെണ്ണീർ എന്ന വാക്കിൽ വരുമ്പോൾ അത് വെൺ പ്ലസ് നീറാണ്. നീർ. ഇതിൽ ഈ കണ്ണീർ എന്നുള്ള പദം ആദേശമാണ്. അത് നാ പോയി നാ വരുന്നു. ഇനി തണ്ണീർ എന്ന പദത്തിലും സെയിം ആണ്. നാ പോയി നാ വരുന്നു. ഇവിടെയും നാ പോയി നാ വരുന്നു. അപ്പൊ ഇതില് സത്യത്തിൽ ദ്വിത്വസന്ധിയിൽ നിൽക്കുന്നത് വിണ്ണാറാണ്. അത് ആദേശമല്ല, ദ്വിത്വമാണ്. അപ്പൊ വിണ്ണാറാണ് ഉത്തരം. ഓക്കെ അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? PSC ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഇനി ഋഷിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദമാണ്. ആർജവമുണ്ട്, ഋഷിത്വമുണ്ട്, ആർഷയുണ്ട്, അതുപോലെ തന്നെ ഋഷഭമുണ്ട്. ആർഷം എന്നതാണ് വാക്ക് ഋഷിയെ സംബന്ധിക്കുന്നത്. ആർഷം അല്ലെ? ഋഷിയെ സംബന്ധിച്ച ആർഷം. ഓക്കെ, ഋഷിയെ സംബന്ധിച്ചത് ആർഷം. അപ്പൊ ഋഷിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ നമുക്ക് ആർഷ എന്ന പദം എടുക്കാം. ഓക്കെ അല്ലെ? ആർഷ എന്ന പദം എടുക്കാൻ തെറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളും നമുക്ക് സ്ഥിരമായി PSC ചോദിക്കാറുണ്ട്. അപ്പൊ പരലോകത്തെ സംബന്ധിക്കുന്നതാണ് എങ്കിൽ അതിനെ പാരത്രികം എന്നാണ് വിളിക്കുക, അല്ലെ? പാരത്രികം, പാരത്രികം, പാരത്രികം. ഈ അടുത്ത് PSC ചോദിച്ചിരുന്നു വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികം, വൈവാഹികം. ഓക്കെ, ഭൂമിയെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതിനെ ഭൗമം എന്നാണ് വിളിക്കുക. ഭൂമിയെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഭൗമം എന്ന് വിളിക്കും, അല്ലെ? ഭൗമികം എന്നുള്ള പദങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ട്. തെറ്റ്. ഭൗമം. ലോകത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ ലൗകികം, ലൗകികം. ഇതിലൊന്നും ദീർഘമില്ല. ലൗകികം,
ദീർഘമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഭൂതത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ അത് ഭൗതികം അല്ലെ? ഭൗതികം, ഭൗതികം, ഭൗതികം. ആത്മാവിനെ സംബന്ധിക്കുന്നതാണെങ്കിലോ ആത്മികമാണ്. ഓക്കെ. ഇനി ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനകീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം അല്ലെ? പിതാവിനെ സംബന്ധിക്കുന്നത് പിതൃത്വം, പിതൃത്വം. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. സോ ഇതും നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി നോക്കിയേ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ച് താഴെ കുറച്ചുള്ള ചെറിയ രേഖകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്താവുന്നതാണ്. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഇത് 128/25 വന്നതാണ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. അത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. കറക്റ്റ് ആണ്. കാരണം ഓണം പലപ്പോഴും ചോദ്യങ്ങളുടെ വിഷയമായിട്ട് വരാറുണ്ട്. അപ്പൊ ആരാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? പെട്ടെന്നാണുള്ള ആ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചോണം. ഇനി വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. അതും പക്കയാണ്. തെറ്റില്ല, മിസ്റ്റേക്ക് പറയാനില്ല. സോ ആക്ച്വലി ഇവിടെ എല്ലാം ശരിയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റൈറ്റ്. ഇത്തരത്തിൽ നമ്മുടെ ഉത്സവങ്ങൾ, കാർഷികോത്സവങ്ങളായിക്കോട്ടെ, ഓരോ ഉത്സവങ്ങളും ജസ്റ്റ് നോക്കി വെക്കാം. ഈ പറഞ്ഞ പോലെ നമുക്കറിയാം പലതരത്തിലും ഈ അടുത്ത് PSC ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രസിദ്ധമാണ്, ഭീമാപള്ളി ഉറൂസ്. ഈ ഉറൂസ് നടക്കുന്ന ഭീമാപള്ളി ഏത് ജില്ലയിലാണ് എന്നുള്ളത്? തിരുവനന്തപുരത്ത്. ഓക്കെ അല്ലെ? അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ എന്താണ് ജൂതപ്പള്ളി, മട്ടാഞ്ചേരി ജൂതപ്പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? PSC സ്ഥലങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉത്സവങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ ഇതും എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നോക്കിയേ, ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇത് കായിക രംഗവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാര്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാരാണ്? അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. പലപ്പോഴും നമ്മൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 50 സെഞ്ചുറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പോകുന്നത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ആണ്, എടുത്തു പറഞ്ഞിട്ട് ഏകദിനം. പെട്ടെന്ന് നമ്മൾ സച്ചിന്റെ പേരിലേക്കായിരിക്കും പോവുക. പക്ഷെ സച്ചിൻ ആയിരുന്നില്ല, അത് വിരാടാണ്. ഓക്കെ, സച്ചിൻ 50 സെഞ്ചുറി ഇല്ല, പക്ഷെ ആർക്കാണ്? വിരാടിനുണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50 സെഞ്ചുറി, ആദ്യമായി 50 സെഞ്ചുറി നേടുന്ന ആരാണ്? വിരാടാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം, ഇത് 91/24 അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം 117/2025 PSC ചോദിച്ചൊരു ചോദ്യമാണ്. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാര് എന്നുള്ളത്. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം. വൈഭവ് സൂര്യവംശിയും സൂര്യകുമാർ യാദവും ജോസ് ബട്ട്ലറും സായി സുദർശനും ഒക്കെ ഉണ്ട് ഓപ്ഷനിൽ. പക്ഷെ ഏറ്റവും മനോഹരമായ ഒരു ഓപ്ഷൻ ക്രമീകരണമാണ് PSCയുടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ആരാണ് ആക്ച്വലി അത്? വൈഭവ് സൂര്യവംശി. 13 വയസ്സ് മാത്രമുള്ള കൊച്ചുകുട്ടിയാണ് ആള്. ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോക്കിയേ, T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അവൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു താരമാണ്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ, അത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പേരിലുള്ള ആർക്കാണ്? ഇത് നമ്മുടെ സാക്ഷാൽ എന്താണ് സച്ചിൻ തന്നെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ, ശ്രദ്ധിക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ ഉള്ള ആർക്കാണ്? സച്ചിനാണ്. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടിയ പുരുഷ താരവും സച്ചിനാണ്. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടുന്ന പുരുഷ താരം. എന്നാൽ ഏകദിന ക്രിക്കറ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ ഉള്ളത് രോഹിത് ശർമ്മയുടെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ ഉള്ളത് രോഹിത് ശർമ്മ. ആദ്യമായി 400 റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടുന്നത് ബ്രയാൻ ലാറയാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് സാക്ഷാൽ എന്താണ് നമ്മുടെ വീരുവാണ്, വീരേന്ദർ സെവാഗാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പിൾ സെഞ്ചുറികൾ ടെസ്റ്റ് ക്രിക്കറ്റിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം നോക്കി വെക്കണം. പ്രത്യേകിച്ച് പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവയും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് T20 വേൾഡ് കപ്പ് വിജയവും ഒക്കെ തന്നെ നമുക്ക് അതിന്റെ അകത്ത് പ്രതിപാദ്യമായി വരും. നോക്കി വെക്കാം നമുക്ക്. ഇനി ശ്രദ്ധിച്ചേ, ഇത് 167/2025 PSC ചോദിച്ചൊരു ചോദ്യമാണ്. മോഹിനിയാട്ടം കേരളത്തിലെ തനത് ലാസ്യ കലാരൂപമാണ്. തനത് നൃത്ത ലാസ്യ കലാരൂപമാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിന്റെ തനത് ലാസ്യ കലാരൂപം തന്നെയാണ് മോഹിനിയാട്ടം. സ്റ്റേറ്റ്മെന്റ് പക്ക. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു കലാകാരിയാണ്. അതും റൈറ്റ് ആണ്. ഭാരതി ശിവജി കറക്റ്റ് ആണ്. സെന്റർ ഫോർ മോഹിനിയാട്ടം സ്ഥാപിച്ചിട്ടുള്ള ഭാരതി ശിവജി കറക്റ്റ് ആണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ടം നർത്തകിയാണ്. ആണ്, റൈറ്റ് ആണ്. അത് മാത്രമല്ല, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിന്റെ മാതാവുമാണ്.
മാതാവ് മോഹിനിയാട്ടം. മാതാവ് കൂടിയാണ് ആര്? ഈ പറയുന്ന കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. സോ ഫൈൻ, നല്ല ഉത്തരവാണ്. ഇനി മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതിയിരുന്നാൾ. അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. സത്യത്തിൽ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ ഏറ്റവും അധികം പരിപോഷിപ്പിച്ചത് സ്വാതിയിരുന്നാളാണ്. എന്നാൽ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ എന്താണ് കേരള കലാമണ്ഡലമാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതും ഈ ഒരു ഭാഗത്ത് നോക്കി വെക്കുക. മക്കളെ ശ്രദ്ധിക്കണം. കേരളത്തിന്റെ തനത് കല കഥകളിയാണ്. തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. തനത് ആയോധന കല കളരിപ്പയറ്റാണ്. തനത് സംഗീതം സോപാന സംഗീതമാണ്. സോപാന സംഗീത കുലപതി ഞെരളത്ത് രാമപ്പൊതുവാളാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന കഥകളി സംഗീതത്തിന്റെ കുലപതി എന്ന് പറയുന്നത് കലാമണ്ഡല ഹൈദരാലിയാണ്. അപ്പൊ ഇത്യാദി ചോദ്യങ്ങളും ഒന്ന് നോക്കി വെക്കണം. ഉറപ്പായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏത് എന്നൊരു ചോദ്യമുണ്ട്. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം 149/2025 വന്നതാണ്. ഓപ്ഷനിൽ ചെമ്മീനും നീലക്കുയിലും ഒക്കെ കാണാം നമുക്ക്. അവിടെ പ്രധാനമായി ഓർത്തു വെക്കേണ്ടത് ആദ്യമായി എന്ത് നേടിയ ദേശീയ പുരസ്കാരം മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ നീലക്കുയിലായിരുന്നു. രണ്ടാമത്തെ, അതായത് സത്യത്തിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡലാണ് എന്നിരുന്നാൽ പോലും, രാഷ്ട്രപതിയുടെ വെള്ളി മെഡലാണ് എന്നാലും അതെന്ത് തന്നെയാണ്? ഈ പറയുന്ന പുരസ്കാരം തന്നെയല്ലേ? ആരുടെ? രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ എന്താണ് ദേശീയ പുരസ്കാരം തന്നെയല്ലേ? ഓർത്തു വെക്കുക. എന്താണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം എന്ന് പറയുന്നത് നീലക്കുയില. നീലക്കുയിലിന് 1954 പുരസ്കാരം ലഭിക്കുന്നത്. സംവിധാനം ചെയ്തിരുന്നത് രാമു കാര്യാട്ടാണ്. രാമു കാര്യാട്ട. ഓക്കെ, രാമു കാര്യാട്ട മാത്രമായിരുന്നില്ല, പി ഭാസ്കരനും ഉണ്ട്. പി ഭാസ്കരൻ. ഇതിന്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. ഉറൂബ്. ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇതിനകത്താണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലിക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പി ഭാസ്കരന്റെ കവിതയുള്ളത്. അതിന്റെ സംഗീതം ചെയ്തിരിക്കുന്ന രാഘവ മാസ്റ്റർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 1965 ചെമ്മീൻ എന്ന ചിത്രത്തിലൂടെ രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ നമുക്ക് കിട്ടുന്നു. സുവർണ മെഡൽ നമുക്ക് കിട്ടുന്നു. ഇനി ഓർത്തു വെക്കേണ്ടത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാമു കാര്യാട്ടാണ്. ഓക്കെ അല്ലെ? ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാമു കാര്യാട്ട. എന്നാൽ ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തിരക്കഥ എസ്.എൽ. പുരം സദാനന്ദനാണ്. എസ്.എൽ. പുരം സദാനന്ദൻ. കഥ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് തകഴി. സെറ്റ് അല്ലേ? അപ്പൊ ഇതും എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെക്കാം. ആദ്യ സിനിമ, മലയാളത്തിലെ ആദ്യ സിനിമ നമുക്കറിയാം വിഗതകുമാരനാണ്. വിഗതകുമാരൻ. അത് കഴിഞ്ഞ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയായി വരുന്നത് മാർത്താണ്ഡവർമ്മ. ഈ രണ്ട് സിനിമകളും നിശബ്ദ ചിത്രങ്ങളായിരുന്നു. മൂന്നാമത്തേതാണ് ശബ്ദചിത്രം ബാലനാണ്. ബാലൻ സംവിധാനം ചെയ്തത് R.S. നൊട്ടാണിയാണ് എങ്കിൽ അതിന് ശബ്ദം കൊടുത്തത് ആലപ്പി വിൻസെന്റ് ആണ്. നാലാമത്തെ ചലച്ചിത്രമായിരുന്നു ജ്ഞാനാംബിക. ഇതും ശബ്ദചിത്രമാണ്. അപ്പൊ ഇവയൊക്കെ തന്നെ നമ്മുടെ മൈൻഡിൽ പക്ക സെറ്റ് ചെയ്ത് വെച്ചോണം. ഓക്കെ അല്ലേ? പോയിന്റ്സ് അടിപൊളിയല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്. MG വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ, MG വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഓപ്ഷനില് ഇവിടെ നമുക്ക് അർജുനനെ കാണാം, ഭീമസേനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, കർണനുണ്ട്. നോക്കി ഇവിടെ 149/25 ഈ ചോദ്യം വന്നിട്ടുള്ളത്. 149/25 രണ്ടാമൂഴം MG 2024 ഡിസംബർ 25 മരണപ്പെടുന്നത്. അപ്പൊ ഉറപ്പായിട്ട് MG യെ കുറിച്ച് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. ഓക്കെ, നിളയുടെ കഥാകാരനായ കൂടല്ലൂരിന്റെ കഥാകാരനായ MG യെ കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുക. അവിടെ ഭീമൻ ആണ് രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം. ആരാ കഥാപാത്രം? ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. ഒന്നുകൂടെ, ആരാണ് കേന്ദ്ര കഥാപാത്രം? ഭീമനാണ് അവിടെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കുറച്ച് നമുക്ക് കൃതികളും അതുപോലെ തന്നെ കഥാപാത്രങ്ങളെ, രചയിതാക്കളെ ഒന്ന് നോക്കി വരാം. നമുക്കറിയാം സേതു കഥാപാത്രമായി വരുന്നത് കാലത്തിലാണ്. കാലം എഴുതിയത് MG വാസുദേവൻ നായരാണ്. നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, അത് സേതുവിനോട് മാത്രമായിരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആരാണ്? സേതു. അത് കാലത്തിലാണ്. MG യുടെ കഥാപാത്രമാണ്. ഇനി ശിവാനി എന്ന കഥാപാത്രം ഗുരുസാഗരത്തിൽ OV വിജയന്റെ കഥാപാത്രമാണ്. നമുക്ക് ഗുരുസാഗരം OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ്. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയായിരുന്നു. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജിതേന്ദ്രൻ മനുഷ്യനൊരാമുഖം എന്ന കൃതിയിൽ സുഭാഷ് ചന്ദ്രന്റെ കഥാപാത്രമാണ്. ഇതേ സുഭാഷ് ചന്ദ്രന്റെ ഒരു കഥാപാത്രം സമുദ്രശില എന്ന കൃതിയിലെ കഥാപാത്രമായ
അമ്പയെ PS ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 56/2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന്റെ ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രം ജിതേന്ദ്രനാണെങ്കിൽ സമുദ്രശിലയിൽ അമ്പയാണ് കഥാപാത്രം. മല്ലൻ, മാര എന്നിവർ കഥാപാത്രമാകുന്നത് നെല്ലാണ്. വത്സലയാണ് നെല്ലെഴുതിയത്. മല്ലൻ, മാര. രാഘവൻ നായരും അതിലെ കഥാപാത്രമാണ്. അതുപോലെ തന്നെ തിരുനെല്ലിയിലെ അല്ലെ വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസി ജീവിതം പ്രമേയമായ കൃതിയായിരുന്നു നെല്ല്. പഠിച്ചില്ലേ? സെറ്റല്ലേ? ഇനി നോക്കി, കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സാറാ ജോസഫ്. ഒന്നുകൂടെ, കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. അത് സാറാ ജോസഫിന്റെ കഥാപാത്രമാണ്. ഇനി അൽഫോൺസ് അച്ഛൻ ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയിൽ മുകുന്ദന്റെ കഥാപാത്രമാണ്. അൽഫോൺസ് അച്ഛൻ ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയിൽ മുകുന്ദന്റെ കഥാപാത്രമാണ്. ചിരുതയും ചാത്തനും കോരനുമൊക്കെ കഥാപാത്രമാകുന്നത് രണ്ടിടങ്ങഴിയിലാണ്. രണ്ടിടങ്ങഴി തകഴിയുടെ കൃതിയാണ്. രണ്ടിടങ്ങഴി ആരുടെയാണ്? തകഴിയുടേതാണ്. കുന്തൻ കഥാപാത്രമാകുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ കൃതിയാണ്. ഒന്നുകൂടെ, കുന്തൻ കഥാപാത്രമാകുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ കൃതി. വാസവദത്ത കഥാപാത്രമാകുന്നത് കരുണയിൽ കുമാരനാശാന്റെ ഭാഗത്താണ്. ഓക്കെ, കരുണയിൽ വാസവദത്ത കഥാപാത്രമാകുന്നു. ഖദീജ കഥാപാത്രമാകുന്നത് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിൽ ഉറൂബിന്റെ തൂലികയിലാണ്. ഓക്കെ അല്ലെ? നമുക്കറിയാം സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം പ്രമേയമാകുന്ന ഉറൂബിന്റെ കൃതിയാണ്. ഓക്കെ അല്ലെ? വാസവദത്ത കരുണയിൽ കുമാരനാശന്റെ കഥാപാത്രം, ഖദീജ സുന്ദരികളും സുന്ദരന്മാരിൽ ഉറൂബിന്റെ കഥാപാത്രം. കോയ കഥാപാത്രമാകുന്നത് അറബിപ്പൊന്നിലാണ്. അറബിപ്പൊന്ന് MT വാസുദേവൻ നായരും NB മുഹമ്മദും ചേർന്നെഴുതിയ കൃതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MT വാസുദേവൻ നായരും NB മുഹമ്മദും ചേർന്നെഴുതിയ കൃതിയാണ് നമ്മൾ ഈ പറഞ്ഞ ഏത് കൃതിയാണ്? യെസ്, അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് കോയ അതിലെ കഥാപാത്രമാണ്. നാരായണിയും ബഷീറും കഥാപാത്രമാകുന്നത് മതിലുകളിലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത്. എങ്ങനെയാണ് നമ്മൾ KPSC ലളിത ചേച്ചിയുടെ നാരായണി എന്ന കഥാപാത്രത്തെ നമ്മൾ പറക്കുക അല്ലെ? ആ ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ അത്ഭുതപ്പെടുത്തി വന്ന അല്ലെ? എന്താണ് ബഷീറായി നിറഞ്ഞാടിയ മമ്മൂക്കയും ശബ്ദം കൊണ്ട് KPSC ലളിത ചേച്ചിയുടെ അനുഗ്രഹീതമായ ഒരു കലയും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അല്ലെ? അപ്പൊ ഇവയൊക്കെ തന്നെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് PSC ഈ അടുത്തും ചോദിച്ചൊരു ചോദ്യമായിരുന്നു വിംബിൾഡൺ. ജസ്റ്റ് ഞാൻ വിംബിൾഡനെ കുറിച്ചുള്ള കുറച്ച് നോട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് തരുന്നുണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് ഒന്ന് നോക്കി വെച്ചോണം. കാരണം ചിലപ്പോൾ വിംബിൾഡൺ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ വിംബിൾഡൺ അതിന്റെ നോട്ട് ഒന്ന് നോക്കിക്കോണം. പിന്നെ ഇതിന്റെ നോട്ട് എല്ലാം എവിടെ ഇട്ടിട്ടുണ്ട്? ഞാൻ ടെലഗ്രാമിൽ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും. അവിടെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ പുരുഷ വനിതാ താരങ്ങളെ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ പേര് നിങ്ങളൊന്ന് നോക്കി വെക്കുക. മക്കളെ, വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം നീട്ടുന്നില്ല. കാരണം നമുക്ക് എക്സാം വളരെ അടുത്താണ്. ഇപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പേ ഉള്ള എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ മറ്റ് സമയം കളഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു നീട്ടാതെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ കുറെ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നമുക്കറിയാം. 2025 ഗ്രാൻഡ് സ്ലാമിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിയായത് യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ. പുരുഷ സിംഗിൾസിൽ ആരാണ്? യാനിക് സിന്നർ ആണ്. അദ്ദേഹം ഇറ്റലിയുടെ താരമാണ്. നമുക്ക് യാനിക് എന്നോ ജെന്നിക് എന്നോ വിളിക്കാം. ഓക്കെ. വനിതാ സിംഗിൾസിൽ മാഡിസൺ കീസ് ആയിരുന്നു വിജയി. മാഡിസൺ കീസ് USA താരമാണ്. മാഡിസൺ കീസ് USA താരമായിരുന്നു. മാഡിസൺ കീസ്. ഇനി പുരുഷ ഡബിൾസും വനിതാ ഡബിൾസും മിക്സഡ് ഡബിൾസും നിങ്ങൾ നോക്കി വെച്ചോണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പുരുഷ സിംഗിൾസിലേക്ക് വരുമ്പോൾ കാർലോസ് അൽക്കാരസ് എവിടെ? ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ്. നമുക്കറിയാം അൽക്കാരസ് നിലവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു താരമാണ് അല്ലെ? അതായത് ടെന്നീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 താരങ്ങളാണ് യാനിക് സിന്നറും അതുപോലെ തന്നെ അൽക്കാരസും. അൽക്കാരസ് സ്പെയിന്റെ താരമാണ്. ഓർത്തു വെക്കുക, ഇറ്റലിയുടെ താരമാണ് ജെനിക് സിന്നർ എങ്കിൽ അൽക്കാരസ് സ്പെയിന്റെ താരമാണ്. ഇനി വനിതാ സിംഗിൾസിന്റെ വിജയി കോക്കോ ഗോഫ് ആണ്. കോക്കോ ഗോഫ് US താരമാണ്. കോക്കോ ഗോഫ് US താരം. ഇപ്പൊ പുരുഷ സിംഗിൾസ് ആരാണ്? കാർലോസ് അൽക്കാരസ്. വനിതാ സിംഗിൾസ് കോക്കോ ഗോഫ് ആണ്. ഇനി പുരുഷ സിംഗിൾസിൽ വിംബിൾഡൺ കിരീടം നേടിയിരിക്കുന്നത് അത് യാനിക് സിന്നർ തന്നെയാണ്. സത്യത്തിൽ ഒരു രസകരമായ ഒരു കാര്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് യാനിക് സിന്നർ ആണ്. എന്നാൽ ഫ്രഞ്ച് ഓപ്പണിലേക്ക് വന്നപ്പോൾ കാർലോസ് അൽക്കാരസ് വിജയിക്കുന്നു. വീണ്ടും വിംബിൾഡണിലേക്ക് വരുമ്പോൾ യാനിക് സിന്നർ വിജയിക്കുന്നു. ഇവിടെ വനിതാ വിജയി ഇഗ ഷിയോടെക് ആണ്. ഇഗ ഷിയോടെക്. ഓക്കെ അല്ലെ? അവിടെയും മറ്റു താരങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചോണം. ഇനി നോക്കി, പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് ആണ് വിജയ്. പുരുഷ സിംഗിൾസിൽ എവിടെ? US ഓപ്പൺ. നമുക്കറിയാം 4 ടൂർണമെന്റുകളാണ്. അതിൽ ആദ്യത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. സെക്കൻഡ് വൺ ഫ്രഞ്ച് ഓപ്പൺ, 3 വിംബിൾഡൺ, 4 US ഓപ്പൺ.
അതിൽ തന്നെ ആദ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ ജെനിക് സിന്നർ നേടുന്നു. അത് കഴിഞ്ഞ് സോറി എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ജെനിക് സിന്നർ നേടുന്നു. രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ അൽക്കാരസ് നേടി. മൂന്നാമത് വിംബിൾഡൺ വന്നപ്പോൾ വീണ്ടും ജെനിക് സിന്നർ നേടി. നാലാമതായി ഇവിടെ US ഓപ്പൺ വന്നപ്പോൾ ആര് നേടുന്നു? കാർലോസ് അൽക്കാരസ്. സെറ്റിലെ അൽക്കാരസ് സ്പെയിന്റെ താരമാണ്. ഇനി വനിതാ സിംഗിൾസ് ആര്യാന സബലങ്ക. ആര്യാന സബലങ്ക, പേര് പറഞ്ഞേ, ആര്യാന സബലങ്ക. സെറ്റല്ലേ? ഇവിടെ ബാക്കിയുള്ള താരങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് നന്നായി നോക്കി വെക്കണം. ഞാൻ പറഞ്ഞു സമയം ഒരിക്കലും നമുക്ക് സമയം ഒട്ടും കളയാനില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ് നോക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാത്തതെന്ന് നോക്കുക. നമ്മുടെ കയ്യിലുള്ള നോട്ടുകളും ക്ലാസ്സുകളും വെച്ച് ആ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു എക്സാം ഏറ്റവും മനോഹരമായി തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നല്ല വിജയം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു.